കോഴിക്കോട് സമൂഹ മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് മരിച്ചത്. ദീപക് ബസ്സിൽ വെച്ച് യുവതിയോട് ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണമുണ്ടായിരുന്നു. തിരക്കുള്ള ബസ്സിൽ യുവതി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ദീപകിന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ദീപകിന്റെ ബന്ധുവിന്റെ ഒരു പ്രതികരണമുണ്ട്. നടക്കുന്ന ആൾക്കാരെ എല്ലാ വിഷയത്തിലും ഒരു ചെറിയൊരു വേരിയേഷൻ, അവൻ്റെ സൗണ്ടിലൊരു വേരിയേഷൻ എനിക്ക് മനസ്സിലാവും. അവന് വിഷമമുണ്ടെന്നുള്ളത്. ഞാനാണ് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ അവനോട് ഇതിനെ തലേന്ന് രാത്രി സംസാരിച്ചു. ഞാൻ പിന്നെ ബുദ്ധിമുട്ടിക്കാണ്ട് വെച്ചിട്ട് എൻ്റെ മറ്റുള്ള 2 സുഹൃത്തുണ്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ഞങ്ങൾ 4 പേരാണ് ഉണ്ടാവുക. ഈ 2 പേര് പോലും ഞാൻ അറിയിച്ചിട്ടില്ല. ഒരാൾ ബാംഗ്ലൂരിൽ നിന്ന് അവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ തൊട്ടടുത്തുള്ള അനു എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട്, അവനെ വരെ ഞാൻ അറിയിച്ചില്ല. കാരണം ഈ വിഷയം ഇനി ചർച്ച ചെയ്തിട്ട് അവന് കൂടുതൽ വിഷമം ഉണ്ടാച്ചിട്ട് ഞാൻ അവന് മാത്രം അറിയാമെന്നുള്ളതിൽ. പിന്നെ ഇത് അറിയണ ഒരുപാട് ആൾക്കാർ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ അതൊന്നല്ല, അത് അവനൊന്നല്ല, ഫേക്കാണെന്ന് പറഞ്ഞ് ഞാൻ കൈ കഴിഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ ചർച്ച ചെയ്ത് ഞാൻ ആർക്കും ഷെയർ ചെയ്തിട്ടുമില്ല. ആ വിഷയം ഞാൻ വീഡിയോ ആർക്കും ഷെയർ ചെയ്തില്ല. അങ്ങനെ ഇവന് മാത്രം ഷെയർ ചെയ്തുള്ളൂ. ഒരു കുട്ടീനെ ഞാൻ അറിയിച്ചില്ല ഇങ്ങനെ സംഭവം ഉള്ളതെന്നുള്ള കാര്യം. പിന്നെ ഇവൻ ഇന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുമ്പോൾ ഞാൻ പറയടാ, നീ ടെൻഷൻ അടിക്കല്ല. ഞാൻ ഒന്നാമത് എനിക്ക് ഇന്നലെ വർക്ക് അതിനോട് ഞാൻ തിരക്കായിരുന്നു. നീ ടെൻഷൻ അടിക്കണ്ട, ഞാൻ വരാം, ഞാൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് അവന് പിന്നെ വൈകിട്ട് വിളിച്ചില്ല. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ വർക്ക് കഴിഞ്ഞിടയ്ക്ക് നല്ല ബാക്ക് പെയിൻ ആയതിനെ കൊണ്ട് ഞാൻ എന്താക്കി, അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ ഇവിടെ പോയിരിക്കും. മാനഞ്ചറിൽ പൊതുവെ മാനഞ്ചറ ബീച്ചിൽ പോയിരിക്കുന്നതാണ്. പിന്നെ ഞാൻ കൊണ്ടുകൊണ്ട് ഞാൻ താമസിക്കുന്നത്. ഞാൻ ഈ വർക്ക് 8:30 വർക്ക് കഴിഞ്ഞ് 9:30 മണി അവനെ ഏകദേശം 9 മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങണം, ഷോപ്പിൽ നിന്ന് ഇറങ്ങണത്. അപ്പോൾ ഇത്രയും ദൂരം ഇനി ഇവിടെ അവനോട് സംസാരിച്ച് ഇരുന്ന് പിന്നെ അതത്ര മാറ്ററായിട്ട് കണക്കാക്കിയിട്ടുമില്ല. അത്ര ഓനതിൽ ഓവർ പാനിക്കായിട്ടൊന്നുമില്ല, അവൻ ടെൻഷൻ അടിച്ചിട്ടൊന്നുമില്ല. അവൻ സാധാരണ രീതിയിലുള്ള എന്താണ് ചെയ്യാന്ന് വെച്ചാൽ അവന് ലീഗലായിട്ട് നമുക്ക് മൂവ് ചെയ്യുക, ഒരു വക്കീലിനെ കണ്ട് സംസാരിക്കാം. നീ വക്കീലിൻ്റെ നമ്പർ ആയിരുന്നെങ്കിൽ നീ ഇതാക്കി വെച്ചോ എന്നൊക്കെ പറഞ്ഞാണ്. എന്നിട്ട് ഞായറാഴ്ച വരാം, ഞായറാഴ്ച നമുക്ക് എന്തായാലും സംസാരിക്കുക, ഈ വിഷയം സംസാരിക്കാം. തൽക്കാലം നീ എന്തായാലും ഇത് പുറത്തേക്ക് ഇറങ്ങണ്ട, നീ വീട്ടിലിരുന്നാണ്. ഇതിപ്പോൾ വൈറലായതല്ലേ. ഇനിയിപ്പോൾ മാനഞ്ചരക്ക് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ എന്തെങ്കിലും തരത്തിലുള്ള സംസാരം വരണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു, നീ അവിടെ നിന്ന് നിൽക്ക്, നാളെ രാവിലെ ഞാൻ വീട്ടിലേക്ക് വരാം, വന്നിട്ട് ഞങ്ങൾക്ക് ഒരു അഡ്വക്കേറ്റിനെ കാണാം, സംസാരിക്കുക, ലീഗലായിട്ട് പ്രൊസീഡ് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് ഫോൺ 2 സ്വിച്ച് ഓഫ്. എനിക്ക് ടയർഡ് ആയതുകൊണ്ട് രാവിലെ ഞായറാഴ്ച ദിവസമാണ്, ലീവുള്ള ദിവസമാണ്, ആരും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കേണ്ട വെച്ചിട്ട് ഞാൻ ഫോൺ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് കിടന്നതാണ്. ഇന്ന് രാവിലെ ഫോൺ 6 മണിക്ക് അലാറം അടിഞ്ഞ് ഫോൺ ഓൺ ആയാടാണ് എനിക്ക് കോൾ വരുന്നത്, ഇങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട്. ഇവനാണെങ്കിൽ ഇവിടെ അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, പ്രായാധികമുള്ള അച്ഛനമ്മ മാത്രമേ ഉള്ളൂ, വേറൊരു റിലേറ്റീവും ഇല്ല. അവർ രണ്ടാളും അവന് മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ, വേറെ ആരുമില്ല. പിന്നെ എന്തെങ്കിലും സഹായം കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ഞങ്ങളെ വിളിക്കും, റൂട്ട് പോയിട്ട് ഞങ്ങളെ വിളിക്കൂ, ഞങ്ങളിവിടെ അടുത്തുള്ളവരാണ്, വേഗം വരൂ, അങ്ങനെയൊക്കെ ഉള്ള ഇതാണ്. ഇതിങ്ങനെ ഒരു സംഭവം എന്തായാലും സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഇതിന് പിന്നിൽ എന്ത് പ്രവൃത്തി ആര് ചെയ്തതായാലും അത് തക്കതായ ശിക്ഷ കിട്ടണം. അത് ഏത് രീതിയിലായാലും അവർക്ക് അതിനുള്ള ഇതവിടെ എത്തണം, റീച്ച് അവിടെ എത്തണം. ഇത് ജനങ്ങൾ അറിയണം. മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ കരുതണത്. അത് തന്നെ ഇപ്പോൾ ഈ അച്ഛനമ്മേൻ്റെ അഭിപ്രായം കൂടി ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. കാരണം ഞാനൊരു സുഹൃത്ത് എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് എനിക്ക് നല്ല പ്രതിഷേധമുണ്ട്. എൻ്റെ ഒരു മനവിഷമം വെച്ചെങ്കിൽ പിടുത്തമിട്ട മനോവിഷമാണ്. പക്ഷേ സുഹൃത്ത് എന്ന നിലയിൽ ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. അച്ഛനമ്മേൻ്റെ അഭിപ്രായം ചോദിക്കൂ, കേസായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾ പൂർണ്ണമായിട്ട് അതിൻ്റെ കൂടെ നിൽക്കൂ. ഏതറ്റ വരെ പോകാൻ പറ്റുമോ അത് അറ്റ വരെ പോവുകയും ചെയ്യും. എന്തായാലും ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം പ്രവണതകൾ ചെറിയ കാര്യങ്ങളായിട്ട് പോകുക. അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടെങ്കിൽ ആ സമയത്ത് അറിയിക്കുക. ബസ്സിലുള്ളവരാണെങ്കിലോ സ്റ്റേഷനിലായിട്ടോ അവരെ അറിയിക്കുക, എങ്ങനെ സംഭവിച്ചുകൾ അതിനെതിരെ പറയാം. അതൊക്കെ ഇതിനൊക്കെ നമ്മൾ നിയമത്തിലൊക്കെ സംവിധാനങ്ങളില്ലേ, അവരെ വിളിച്ച് ശകാരിക്കുക, അവരോട് മാപ്പ് പറയുക, ഇതൊക്കെ ഉണ്ടല്ലോ. ഇനി അഥവാ ചെയ്തതാണെങ്കിൽ, അറിയാതെ ചെയ്തതാണെങ്കിൽ പരസ്പരം സംസാരിച്ചാൽ തീർക്കാനുള്ള പ്രശ്നങ്ങളുള്ളൂ. ഇതിനായിട്ട് ആ കുട്ടീൻ്റെ വീഡിയോ കണ്ടാലറിയാം, ആ കുട്ടി ക്രിയേറ്റ് ചെയ്യാണ്, ബാക്കിലേക്ക് മാറി നിന്ന് വരാം. അരുണ്യ, ഇന്ന് ഏകദേശം പുലർച്ചെയാണ് ദീപകിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഈ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ കടുത്ത മനോവിഷമത്തിലായിരുന്നു ദീപക് എന്നാണ് ദീപകിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം അറിഞ്ഞത്. കാരണം ആ വീഡിയോയ്ക്ക് വലിയ റീച്ച് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ആ വീഡിയോ പെട്ടെന്ന് എത്തുകയും ഇത് കണ്ട് കൂടുതൽ ആളുകൾ വീട്ടിലേക്കും ദീപകിനെ എല്ലാം വിളിച്ച് ഈ വിവരം അന്വേഷിക്കുന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക വിഷമത്തിലായിരുന്നു ദീപക് ഉണ്ടായിരുന്നത് എന്ന് സുഹൃത്തുക്കൾ പറയുന്നുണ്ട്. എന്തായാലും ഈ ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തി എന്നത് കേവലം ആരോപണം മാത്രമാണ് എന്നാണ് ബന്ധുക്കളും അടക്കം പറയുന്നത്. ഈ ബസ്സിൽ വെച്ച് ദീപക് ശരീരത്തിൽ സ്പർശിച്ചു എന്നായിരുന്നു ഈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ യുവതി ആരോപണം ഉന്നയിച്ചത്. പിന്നാലെ ബസ്സിലെ വീഡിയോ ദൃശ്യങ്ങൾ യുവതി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ദീപക് ജീവനൊടുക്കിയത്. ഇപ്പോൾ ദീപകിൻ്റെ വീട്ടിലാണ് നമ്മളുള്ളത്. ഇന്ന് പുലർച്ചയോടു കൂടിയാണ് ദീപക് ജീവനൊടുക്കിയത്. മൃതദേഹം വീട്ടിലെത്തിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്
പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം അല്പസമയം മുൻപാണ് ദീപകിൻ്റെ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ആരോപണം തെറ്റായിരുന്നു എന്ന് തന്നെയാണ് വീഡിയോ പുറത്തു വന്നതിൽ ദീപക് കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്ന ആരോപണം തെറ്റാണ് എന്ന് തന്നെയാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും തന്നെ പ്രതികരിക്കുന്നത്. ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങുമെന്ന് തന്നെയാണ് കുടുംബവും അറിയിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് ഇത്തരത്തിൽ ദീപകിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു മോശം പ്രവൃത്തികൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ യുവതി ഇത് മനഃപൂർവ്വം ചെയ്തതാകാം എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും അതേസമയം യുവതി തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക തന്നെയാണ്. ഈ ഒരു സംഭവം ഉണ്ടായത് 100% അതിൽ അവർ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. അവർ ആ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. തനിക്ക് ഇത്തരത്തിൽ ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ട് എന്ന് തന്നെ യുവതി വ്യക്തമാക്കുന്നുണ്ട്. ആ വീഡിയോ ദൃശ്യങ്ങൾ യുവതിയുടെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നാൽ രേഖാമൂലമായിട്ടുള്ള ഒരു പരാതി ഇതുവരെയും നൽകിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസിൽ വിളിച്ച് ഫോണിലൂടെ പരാതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഈ ഒരു വിഷയത്തിൽ ഈ സമയം വരെയും ഒരു കേസ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ദീപകിന്റെ ബന്ധുക്കൾ ഈ ഒരു വിഷയത്തിൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. അരുണ്യ, നിയമപരമായി തന്നെ നീങ്ങാനാണ് ദീപകിന്റെ കുടുംബത്തിന്റെ തീരുമാനം.